മൗലിയിൽ ചൂടുന്ന ദേവാ ശങ്കര ഗൗരീപതേ എൻ്റെ മംഗളരൂപഹരാ. ഗംഗയെ മൗലിയിൽ ചൂടുന്ന ദേവാ ശങ്കര ഗൗരീപതേ എൻ്റെ മംഗളരൂപഹരാ. മാനസവീണയിൽ മീട്ടുന്ന മംഗള രാഗങ്ങൾ കേൾപ്പതില്ലേ? മാനസവീണയിൽ മീട്ടുന്ന മംഗള രാഗങ്ങൾ കേൾപ്പതില്ലേ? കാർക്കൊണ്ട മേഘമാ. ഓം നമഃ ശിവായ. ചോറ്റാനിക്കര കുഴിയേറ്റ് മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി വളരെ പ്രാധാന്യമുള്ളതാണ്. ചോറ്റാനിക്കര ദേവീക്ഷേത്രവുമായി മഹാദേവ ക്ഷേത്രത്തിനുള്ള ബന്ധം പൂരനാളിലെ എഴുന്നള്ളിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പുറപ്പാടിന് കുഴിയേറ്റ് മഹാദേവൻ എഴുന്നള്ളിച്ച് ചോറ്റാനിക്കര വലിയ കിഴുക്കാവിൽ എത്തിച്ചേർന്നാൽ മാത്രമേ പൂരപ്പുറപ്പാട് തുടങ്ങുകയുള്ളൂ. ഇത്തരത്തിൽ പ്രാധാന്യമുള്ള ഒരു മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിച്ചു വരുന്നത്. കുഴിയേറ്റിൽ മഹാദേവ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് മഹാശിവരാത്രി വ്രതമനുഷ്ഠിച്ച് അടുത്ത ദിവസം വെളുപ്പിന് 3 മണി മുതൽ ആ തീർത്ഥകുളത്തിൽ മുങ്ങിക്കുളിച്ച് ബലിതർപ്പണത്തിനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ദേവസ്വം അധികാരികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശിവരാത്രി മാഹാത്മ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രളയകാലത്ത് മഹാവിഷ്ണുവും അതുപോലെ ബ്രഹ്മാവും തമ്മിൽ യുദ്ധമുണ്ടാവുകയും ആ യുദ്ധ സമയത്ത് അവരെ ഒന്നിച്ച് കൂട്ടുവാനായിട്ട് ആ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് മഹാദേവൻ ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഉണ്ടായി എന്നും ആ ലിംഗം രൂപത്തിലുള്ള പ്രത്യക്ഷത്തെ തുടർന്നാണ് പിന്നീട് ശിവലിംഗത്തെ പൂജിക്കാൻ തുടങ്ങിയത് എന്നുമാണ് പറയുന്നത്. ആ സമയം ആ മഹാവിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും ആ യുദ്ധം അവസാനിപ്പിക്കുകയും അവർ മഹാദേവനെ പൂജ ചെയ്ത് പ്രകീർത്തിക്കുകയുമുണ്ട്. അന്ന് മുതലാണ് മഹാശിവരാത്രി ആഘോഷം തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു. അതുകൂടാതെ മറ്റൊരു കഥ ഐതിഹ്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പാലാഴി മഥന കാലത്ത് ആണ് അത് സംഭവിച്ചത്. മഹാദേവൻ പാലാഴി മഥന സമയത്ത് അവിടെ വാസുകിയിൽ നിന്നും വഹിച്ചതായ വിഷം സ്വന്തം കൈകളിൽ എടുത്ത് അത് സേവിക്കാനായിട്ട് ആരംഭിച്ചപ്പോൾ പാർവതീദേവി അത് തടസ്സപ്പെടുത്തുകയും അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭൂമിക്ക് നാശമുണ്ടാകുമെന്നും അകത്തേക്ക് പോയാൽ അത് ദേവന് ഹാനികരമായിരിക്കുമെന്ന് മനസ്സിലാക്കി കണ്ഠത്തിൽ നിന്ന് പുറത്തേക്കും അകത്തേക്കുമില്ലാതെ ആ കണ്ഠത്തിൽ തന്നെ ഇരുത്തുകയുണ്ടായി. അങ്ങനെ ആ കണ്ഠത്തിൽ വന്നത് കാരണമാണ് നീലകണ്ഠൻ എന്നുള്ള ആ പേര് തന്നെ ഉണ്ടായത്. ഈ ദിവസം അത് കാരണം തന്നെയാണ് മഹാശിവരാത്രിയായിട്ട് മഹാദേവനെ പൂജിച്ചുകൊണ്ട് ഈ മഹാശിവരാത്രി ആഘോഷിച്ചു വരുന്നത്.
കുഴിയേറ്റ് മഹാദേവ ക്ഷേത്രത്തിലെ വാവ് ബലിതർപ്പണ മണ്ഡപത്തിലാണ് ഭക്തജനങ്ങൾക്ക് അന്നേ ദിവസം ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുഴിയേറ്റ് മഹാദേവ ക്ഷേത്രത്തിൻ്റെ വടക്ക് മാറി ഉള്ള തീർത്ഥ കുളത്തിൽ കുളിച്ച് വന്ന് ബലിതർപ്പണത്തിന് ഉള്ള സൗകര്യമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടതായിട്ടുള്ള സൗകര്യം ദേവസ്വം ഈ ദിവസത്തേക്ക് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തലേ ദിവസം മുതൽ ഭക്തജനങ്ങൾക്ക് എത്തിച്ചേർന്ന് വിവിധങ്ങളായ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനും അന്നദാനത്തിൽ സംബന്ധിക്കുന്നതിനുമെല്ലാം തന്നെ ഇവിടുത്തെ ക്ഷേത്ര സമിതി ഭാരവാഹികൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തി ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും പരമപ്രധാനം ആയിട്ടുള്ളതാണ്. തൃക്കണ്ണിനാലേ വിഘ്നങ്ങൾ തീർക്കും തൃപ്പക്കുടത്തപ്പനേ, തൃക്കണ്ണിനാലേ വിഘ്നങ്ങൾ തീർക്കും തൃപ്പക്കുടത്തപ്പനേ, തൃപ്പാദപത്മം കൂപ്പുമിയേഴയേ തൃക്കൺ പാർക്കേണമേ, എന്നും തൃക്കൺ പാർക്കേണമേ. തൃക്കണ്ണിനാലേ വിഘ്നങ്ങൾ തീർക്കും തൃപ്പക്കുടത്തപ്പനേ. ഈറൻ മനസ്സാകും കൂവളത്തില ചേർത്ത് ഈ പുലർവേളയും മാല ചാർത്തി, ഈറൻ മനസ്സാകും കൂവളത്തില ചേർത്ത് ഈ പുലർവേളയും മാല ചാർത്തി, ഈരേഴുലകും പാലിക്കുമീശ്വര